ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഈവനിങ് വ്ലോഗുമായിട്ടാണ്. നല്ലൊരു അടിപൊളി ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന റെസിപ്പി എന്ന് പറയുന്നത് ബ്രെഡ് പക്കോടയാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. നല്ല സ്ട്രീറ്റ് സ്റ്റൈലിലാണ് ഈ ഒരു പക്കോട ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പം എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം നമുക്ക് ഇപ്പോൾ ഈവനിങ്ങിൻ്റെ സമയത്ത് ചായയോടൊപ്പം എന്തെങ്കിലും ഒരു കടി കഴിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ബേസൻ്റെ പൗഡറാണ് എടുക്കുന്നത്. ബേസൻ പൗഡർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കടലപ്പൊടി ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു കടലപ്പൊടിയാണ് ഞാൻ ഇതിന് വേണ്ടി എടുക്കുന്നത്. അതുപോലെ ഞാൻ കുറച്ച് കിഴങ്ങ് പുഴുങ്ങി നന്നായിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഒരു ചെറിയ സവോള, ഇതെല്ലാം പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കൂട്ടത്തിൽ മല്ലിയിലയും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി മല്ലിയില നിങ്ങളുടെ കയ്യിലില്ല എങ്കിൽ കറിവേപ്പില ചേർത്ത് കൊടുത്താലും മതിയായിരിക്കും. അപ്പോൾ ഞാൻ ഈ ഒരു ബേസൻ, അതായത് നമ്മുടെ കടലപ്പൊടി ഏകദേശം 1 കപ്പോളം, ഞങ്ങൾ വളരെ കുറച്ച് അളവിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചാണ് ഈ ഒരു കടലപ്പൊടി ഞാൻ എടുത്തിരിക്കുന്നത്. കാരണം നമുക്കൊരു ബാറ്റർ ഉണ്ടാക്കണം. അപ്പോൾ ആ ബാറ്റർ ഉണ്ടാക്കാൻ വേണ്ടിയാണ് കടലപ്പൊടി എടുത്തിരിക്കുന്നത്. അതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇപ്പം ഞാൻ ചേർത്ത് കൊടുത്തത് ക്യാരം സീഡാണ്. അത് കയ്യിൽ വെച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ കുറേശ്ശെ മഞ്ഞൾപ്പൊടിയും കാശ്മീരി ചില്ലിപ്പൊടിയും മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, ആവശ്യത്തിനുള്ള ഉപ്പ്. അപ്പോൾ ഈ ക്യാരം സീഡ് ഇതിനകത്ത് ചേർത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കടലപ്പൊടി കഴിക്കുമ്പോൾ ചിലർക്ക് ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടാകാറുണ്ട്. അപ്പോൾ അത് ഉണ്ടാകാതിരിക്കാനായിട്ടാണ് കടലപ്പൊടിയുടെ കൂട്ടത്തിൽ നമ്മൾ ഈ ഒരു ക്യാരം സീഡ് അല്ലെങ്കിൽ അജുവായിൻ എന്ന് പറയും, അത് ചേർത്ത് കൊടുക്കുന്നത്. അതാകുമ്പോൾ നമുക്ക് ഗ്യാസ് ഫോം ചെയ്യില്ല. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒരു തിക്ക് ബാറ്ററായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതായത് വെള്ളം കൂടിപ്പോകാൻ പാടില്ല. ഇനി ഇൻ കേസ് വെള്ളം കൂടി പോയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ കടലപ്പൊടി ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്താൽ മതി. നല്ലൊരു തിക്ക് ബാറ്ററായിരിക്കണം കേട്ടോ. കാരണം നമ്മുടെ ബ്രെഡ് ഇതിനകത്ത് മുക്കിയിട്ടാണ് നമ്മൾ പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ പുഴുങ്ങി വെച്ചിരിക്കുന്ന ആ ഒരു കിഴങ്ങിനകത്തോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഒരു ചെറിയ സവോള, പിന്നെ മല്ലിയില എല്ലാം കൂടെ ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എങ്ങനെ ആയാലും കുഴപ്പമില്ല. നമ്മൾ ബ്രെഡിനകത്ത് വെക്കാനുള്ളൊരു ഫില്ലിംഗ് ആണ് ഇപ്പോൾ തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ ഞാൻ കടായിൽ ചൂടാകാനായിട്ട് വെച്ചു. അതിനകത്തോട്ട് ഫ്രൈ ചെയ്ത് കോരാനുള്ള ആവശ്യത്തിനുള്ള എണ്ണയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ബ്രെഡൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് റെഡിയാക്കി എടുക്കണം. അപ്പോൾ വൈകുന്നേര സമയങ്ങളിൽ നമ്മളെ മക്കളൊക്കെ ആണെങ്കിലും വിശന്ന് പെട്ടെന്ന് ഇരിക്കുന്ന സമയത്ത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. കാരണം കിഴങ്ങൊക്കെ ആണെങ്കിലും നമുക്കിപ്പോൾ വൈകുന്നേരം ഉണ്ടാക്കണമെങ്കിൽ രാവിലെ കിഴങ്ങൊക്കെ പുഴുങ്ങി നമ്മൾ തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ബ്രെഡിനകത്തോട്ട് തേച്ച് കൊടുക്കുന്നത് നമ്മുടെ ഷേസ്വാൻ ചട്നി ഉണ്ടല്ലോ, അതാണ് തൂത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനി നിങ്ങളുടെ കയ്യിൽ ടൊമാറ്റോ കെച്ചപ്പ് ആണെങ്കിൽ അതാണെങ്കിലും മതി, ഏതായാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നമ്മുടെ ഈ ഒരു കിഴങ്ങിൻ്റെ ഫില്ലിങ് ഞാൻ ബ്രെഡിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിൽ. അതിന് ശേഷം പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് ചീസും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചീസ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ചീസും കൂടെ തൂത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം തൂത്ത് കൊടുത്താൽ മതി കേട്ടോ. അതുപോലെ എല്ലാ ബ്രെഡിലും നമുക്ക് ഫില്ല് ചെയ്ത് റെഡിയാക്കി എടുക്കാം. രണ്ടാമത്തത് ഞാനിതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഞാൻ ഈ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് മുകളിൽ ചീസും വെച്ച് കൊടുത്തിട്ടുണ്ട്. ചീസ് ഞാനിപ്പോൾ ഗ്രേറ്റ് ചെയ്ത ചീസാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ലൈസ് ചീസും യൂസ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് നമ്മളിത് നന്നായിട്ട് പ്രസ് ചെയ്തതിന് ശേഷം ഇതേ രീതിയിൽ ട്രയാങ്കിൾ ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു രീതിയിൽ നമുക്ക് സാൻഡ്വിച്ചായിട്ടും ഇതുണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഏതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ബ്രെഡ് പക്കോടയ്ക്ക് നമ്മളിതുപോലെ കട്ട് ചെയ്തിട്ട് ഇനിയിപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ബാറ്ററിനകത്തിട്ട് മുക്കിയിട്ട് ഇത് ചൂടായ എണ്ണയിലിട്ട് നമ്മൾ പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ബ്രെഡിൻ്റെ ഫില്ലിങ് കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ബ്രെഡ് ഫില്ല് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിതുപോലെ ഓരോന്നും എടുത്തിട്ട് ബാറ്ററിനകത്ത് ഡിപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ തിളച്ച എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പെട്ടെന്ന് തന്നെ നമുക്കിത് ആക്കി കിട്ടും കേട്ടോ. കാരണം ബ്രെഡല്ലേ, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് ആക്കിയെടുക്കാനും പറ്റും. അപ്പോൾ ഇത് കണ്ടോ, ഇതേ രീതിയിൽ നമ്മൾ പെട്ടെന്ന് തന്നെ തിരിച്ചിട്ട് കൊടുക്കുകയും ചെയ്യണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ ഇത് സോസിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ധനിയ ചട്നി, അതായത് നമ്മുടെ മല്ലിയിലയുടെ ചട്നി ഉണ്ടല്ലോ, അതിൻ്റെ കൂടെയോ ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റും. അതേ നല്ലൊരു കോമ്പിനേഷനാണ് ഇത്. നോർത്ത് ഇന്ത്യയിൽ നമുക്ക് ഒരു സ്ട്രീറ്റ് ഫുഡായിട്ട് കിട്ടുന്നതാണ്. ഇതിൻ്റെ കൂടെ സോസ് അല്ലെങ്കിൽ മല്ലിയിലയുടെ ചട്നിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കൂട്ടത്തിൽ ഞാൻ 2-3 പച്ചമുളകും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതാകുമ്പോൾ നല്ലൊരു ടേസ്റ്റും കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. അടുത്ത വീഡിയോയിൽ കാണാം.